ഒടുവിൽ അവർ മാഞ്ഞുപോയി എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന ഈ പാട്ട്. ആശ ടീച്ചർ നേരത്തെ ഒരു ട്രിപ്പിൻ്റെ ഇടയിൽ പാടിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ വരികൾ പോലെ കണ്ണീർ പൂക്കളുമായി ഇപ്പോൾ ആ നാട്ടിൽ നിരന്നു നിൽക്കുന്നത് ഈ സ്കൂളിലെ അധ്യാപകർ നേരത്തെ പഠിപ്പിച്ചിരുന്നതോ അവരുമായിട്ട് ഇടപഴകുകയോ ആയ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെയാണ്. സ്കൂൾ യഥാർത്ഥത്തിൽ ഒരു സങ്കടക്കടലായി മാറിയിട്ടുണ്ട്. ആളുകൾ ഒഴുകിയെത്തുകയാണ് രാവിലെ തന്നെ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30-32 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്കും വലിയൊരു ആൾക്കൂട്ടം ഇതിനകം തന്നെ പാങ്ങ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി VS രഞ്ജിത്ത് അവിടെയുണ്ട്. VS രഞ്ജിത്ത്, വേദനിപ്പിക്കുന്ന ഹൃദയവുമായി അഥവാ കനം കൂടിയ മനസ്സുമായിട്ടാണ് അവിടെ നിൽക്കുന്ന മനുഷ്യരുള്ളത്. അവരിൽ പലരെയും ഈ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവും, അവരുടെ മക്കളെ ഈ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? സാജിതയൊക്കെ വെച്ചു കൊടുത്ത കഞ്ഞിയും ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇവരിൽ പലരും സങ്കടം താങ്ങാനാവാതെ നിൽക്കുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെ നാളായി അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ് ആ സ്കൂളിൽ ഇനി ഒന്നോ രണ്ടോ പേരെ മാത്രം അവശേഷിപ്പിച്ച് മടങ്ങിപ്പോകുന്നത്. നാടിന് ദുഃഖം താങ്ങാനാവുന്നില്ല അല്ലേ രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും നമുക്ക് ഞാൻ നിൽക്കുന്നത് ആ മൃതദേഹങ്ങൾ എത്തുന്ന ഭൗതിക ശരീരം എത്തുന്ന ഈ സ്കൂളിൻ്റെ മുറ്റത്താണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചുറ്റും നിൽക്കുന്ന ഒരു 100 കണക്കിന് മനുഷ്യനാണ്. ഇവിടെ വരി നിൽക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഈ പൊതുദർശനം നടക്കുന്ന വേദിക്കരികിൽ തുടങ്ങി ഈ സ്കൂളിൻ്റെ മുറ്റം അതൊരു 3-4 തവണ വട്ടം വെക്കത്തക്ക രീതിയിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും അടങ്ങുന്ന ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവർക്കൊക്കെ അവരുടെയൊക്കെ മുഖത്ത് വേദന തളം കെട്ടി നിൽക്കുന്നു. ചിലർ കരയുന്നുണ്ട്, ചിലർ അവരെ ഓർത്ത് വിതുമ്പുന്നുണ്ട്. അങ്ങനെ പല പല ഓർമ്മകളുള്ള എത്രയോ മനുഷ്യർ ഇവിടെ നിൽക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ച കുട്ടികളൊക്കെ ആശ ടീച്ചറെ കുറിച്ചും മറ്റുമൊക്കെ പറയുന്നത് എത്രയോ വേദനയോട് കൂടിയിട്ടാണ്. കാരണം ഒരു കുട്ടി പറയായിരുന്നു, ഈ കഴിഞ്ഞ ഒരു ടൂറിൻ്റെ സമയത്ത് കുട്ടികൾ പണമില്ലാതെ മാറി നിന്നപ്പോൾ ആശ ടീച്ചർ പണം കൊടുത്ത് സഹായിച്ചതിനെ കുറിച്ച്, അവർ ആ ഒരു ട്രിപ്പ് പോയതിനെ കുറിച്ച്, അവരതിന് ആശ ടീച്ചറുടെ പാട്ടിനെ കുറിച്ച് എല്ലാം ഓരോരുത്തർക്കും ഓരോ തരം ഓർമ്മകൾ ഇവിടുത്തെ അധ്യാപകരെ കുറിച്ചും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനൊരു യാത്ര അതുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് മുതൽ ഈ ഒരു വാർത്ത കേട്ടതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറാത്ത ഒരു വലിയ ആൾക്കൂട്ടം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റം ഇപ്പോൾ തീർത്തും ഈ ഒരു ആംബുലൻസുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നതും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനിയും ഒരു അരമണിക്കൂർ സമയമുണ്ട് ആ ആംബുലൻസുകൾ ഇങ്ങോട്ട് എത്തിച്ചേരാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴേക്കും ഈ സ്കൂൾ മുറ്റം നിറയുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ സ്കൂൾ മുറ്റത്ത് മുഴുവൻ ആൾക്കൂട്ടം നിറഞ്ഞു കഴിഞ്ഞു. വരികൾ നിരന്നു കഴിഞ്ഞു. മീറ്ററുകളോളം നീളുന്ന വരികളാണ്. അവിടെയൊക്കെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെയുണ്ട്. ആദ്യം കുട്ടികളെ, അതായത് ഈ പാറമ്മൽ LP സ്കൂളിലെ കുട്ടികൾക്കായിരിക്കും ആദ്യം ഇവിടെ കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ആ സ്കൂളിലെ കുട്ടികളും അവിടുത്തെ ഇപ്പോൾ ബാക്കിയുള്ള അധ്യാപകരും അനധ്യാപകരും ഒക്കെ കണ്ട ശേഷം, ഇവിടുത്തെ PTA ഭാരവാഹികളൊക്കെ കണ്ട ശേഷമായിരിക്കും നാട്ടുകാർക്ക് പൊതുദർശനത്തിനുള്ള സമയം ഉണ്ടായിരിക്കുക. ഒരു 2 മണിക്കൂർ സമയമാണ് പരമാവധി ഈ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം നടക്കുക. അതിനുശേഷം വ്യത്യസ്ത മഹല്ലുകളിലായിട്ടായിരിക്കും ഓരോരുത്തരുടെയും ഖബറടക്കം നടക്കാൻ പോകുന്നത്. മട്ടാത്ത് മഹലിലാണ് മജീദും അവരുടെ ഭാര്യ റുക്കിയയുടെയും ഖബറടക്കുക. പാങ് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലാണ് റംലയുടെയും സാജിദ, ഷക്കീല എന്നിവരുടെ ഖബറുകൾ അടക്കുന്നത്. ഈസ്റ്റ് പാങ് മസ്ജിദ് ഖബർസ്ഥാനിലാണ് സുഹറയും മകൻ ഇഷാമിനെയും ഖബറടക്കുന്നത്. അതുപോലെ പുലാമന്തോളിലാണ് അജിത ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആശ ടീച്ചറുടേത് കൊളത്തൂരിലാണ്. അങ്ങനെ വ്യത്യസ്തമായ ഇടങ്ങളിലേക്ക് അവർ വേർപിരിഞ്ഞു പോകുമെന്നാണ്. ഒന്നിച്ചവർ യാത്ര പുറപ്പെട്ടു. ഇപ്പോൾ ഈ മുറ്റത്തേക്ക് അവർ ഒന്നിച്ച് വന്ന് കയറും. ഇനി പല ദിക്കുകളിലേക്ക് അവർ പോകുമെന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലായിട്ടാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിതുമ്പിക്കൊണ്ട് കണ്ണീരണിഞ്ഞുകൊണ്ട് ഒട്ടനവധി ആളുകൾ ഈ സ്കൂൾ മുറ്റത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്പസമയത്തിനകം വിദ്യാഭ്യാസ മന്ത്രിയും ഈ സ്കൂൾ മുറ്റത്തേക്ക് ഈ പൊതുദർശന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരും. MLA ഉൾപ്പെടെ ജനപ്രതിനിധികളെല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ആൾക്കൂട്ടം ഇപ്പോൾ തന്നെ സ്കൂൾ മുറ്റത്ത് നിറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ അരുൺ. ഓക്കെ, വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ നീണ്ട ഒരു വരി തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികമാർക്ക് യാത്ര അയക്കാൻ വേണ്ടിയിട്ടൊരു നാട് മുഴുവൻ വരി നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറെക്കാലം ഈ പാങ് LP സ്കൂളിൽ, പള്ളിപ്പറമ്പ് പാങ് LP സ്കൂളിൽ പഠിപ്പിച്ചവരാണ് ഇവരിൽ പല അധ്യാപകരും. അജിത ടീച്ചർ അടുത്ത കാലത്താണ് അവിടെ പ്രധാന അധ്യാപികയെ ചുമതലയായി വന്നിരിക്കുന്നതെങ്കിലും ബാക്കി അധ്യാപകരൊക്കെ അവിടെയുണ്ട്. തൊട്ടടുത്ത് GUP സ്കൂളിലേക്ക് പോയ ആശ ടീച്ചറുണ്ട്. ആ ആശ ടീച്ചറും ഈ അപകടത്തിൽപ്പെട്ടു. ആശ ടീച്ചറിൻ്റെ
മകനുണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ പാചകത്തൊഴിലാളിയായ സാജിദ, അവിടുത്തെ മാഷിൻ്റെ ഭാര്യ റുഖിയ, ഇങ്ങനെ നിരവധി ആളുകൾ, അബ്ദുൽ മജീദ് മാഷ്. അപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ വല്ലാതെ വേദനിച്ച് നിൽക്കുന്ന മനുഷ്യരാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരുടെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ആഘാതത്തിലാണ് പാങ്ങ് എന്ന് പറയാതെ നിവൃത്തിയില്ല. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് കളക്ടറുടെ പ്രതികരണം എത്തിയിട്ടുണ്ട്, ഒന്ന് കേട്ടുവരാം. 4 പേര് ഇപ്പോൾ ചികിത്സയിലുണ്ട്. 3 പേര് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലുണ്ട്. അവിടെ കളക്ടറുമായിട്ട് ഞാൻ ഓൾറെഡി സംസാരിച്ചു. നമുക്ക് DMO തലത്തിൽ ഒരു ടീം നിരന്തരമായിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സ്റ്റേബിൾ ആയാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കുട്ടി കുറച്ച് സ്റ്റേബിൾ ഉണ്ടായിരുന്നു, അത് രാത്രി തന്നെ നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് നമുക്ക് ഷിഫ്റ്റിംഗ് ആയി. അതിപ്പോൾ അവിടെ സ്റ്റേബിളാണ്, പക്ഷേ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് 3 പേരും. ഷോക്ക് പോലെയാണ്, നമുക്ക് എല്ലാവർക്കും ഷോക്കിലാണ്. സോ അതും പ്രോപ്പറായിട്ട് കുട്ടീൻ്റെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാ ഡയറക്ഷൻസ് ഓൾറെഡി DMOനെ ഞാൻ കൊടുത്തിരുന്നു. അത് നമുക്ക് കുറച്ച് സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കളക്ടർ കൂടി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേദനിപ്പിക്കുന്ന പല ദൃശ്യങ്ങളും വരുന്നു. ഇതിൽ ഈ പാങ് LP സ്കൂളിലെ ഇനി അവശേഷിക്കുന്ന സുഹാനത്ത് എന്ന് പറയുന്ന ഒരു ടീച്ചർ, അതേപോലെ അവിടുത്തെ കിൻഡർ ഗാർട്ടനിൽ പഠിപ്പിക്കുന്ന 2 ടീച്ചർമാർ, അതിലൊരു ടീച്ചറിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഈ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഹജ്ജിന് പോകണം എന്നുള്ളത് കൊണ്ടൊരു ക്യാമ്പിൽ പങ്കെടുക്കാനുണ്ട്, അതുകൊണ്ടാണ് തൽക്കാലം ടൂറിന് എനിക്ക് വരാൻ പറ്റില്ല എന്ന സങ്കടമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ഇവരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ ടൂറിലുണ്ടായിരുന്നു. 5 അധ്യാപകരാണ്. ആശ ടീച്ചർ UP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി എങ്കിൽ പോലും ഒപ്പം ഇവരുടെ ബന്ധുക്കൾ, മക്കളുണ്ട്, ഒപ്പം തന്നെ ഡ്രൈവറുണ്ട്. ഇവരാണ് യാത്രയിൽപ്പെട്ടത്. സാജിദ എന്ന പാചകത്തൊഴിലാളിയുണ്ട്.